നമ്മുടെ ജീവിതം ഒരു ചെറിയ ഭരണിയാണെന്ന് കരുതുക. അതിൽ നമ്മൾ നിറയ്ക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ സന്തോഷവും സമാധാനവും തീരുമാനിക്കുന്നത്. എന്തൊക്കെയാണ് ആ ഭരണിയിൽ ആദ്യം നിറയ്ക്കേണ്ടത്? ഇന്ന് കഥകളുടെ ഓർമ്മച്ചപ്പിൽ ജീവിതത്തിന്റെ ലളിതമായ ഒരു പാഠം. ഒരിക്കൽ ഒരു സർവകലാശാലയിൽ പ്രശസ്തനായ ഒരു പ്രൊഫസർ ക്ലാസ് എടുക്കുകയായിരുന്നു. അദ്ദേഹം തൻ്റെ മുന്നിൽ ഒരു വലിയ ഗ്ലാസ് ഭരണിയും കുറച്ച് വലിയ കല്ലുകളും വെച്ചു. അദ്ദേഹം ആ ഭരണിയിൽ വലിയ കല്ലുകൾ ഓരോന്നായി നിറച്ചു. ഭരണി മുക്കാൽ ഭാഗത്തോളം നിറഞ്ഞപ്പോൾ അദ്ദേഹം വിദ്യാർത്ഥികളോട് ചോദിച്ചു, "ഈ ഭരണി ഇപ്പോൾ നിറഞ്ഞോ?" വിദ്യാർത്ഥികൾ പറഞ്ഞു, "അതെ സാർ, അത് നിറഞ്ഞു." അദ്ദേഹം ഉടനെ മേശയ്ക്കടിയിൽ നിന്ന് കുറച്ച് ചെറിയ മെറ്റൽ കഷ്ണങ്ങൾ എടുത്തു ആ ഭരണിയിലേക്ക് ഇട്ടു. ആ ചെറിയ കല്ലുകൾ വലിയ കല്ലുകൾക്കിടയിലുള്ള വിടവുകളിലൂടെ താഴേക്ക് പോയി. ഭരണിയുടെ ബാക്കി ഭാഗം കൂടി നിറച്ചു അദ്ദേഹം വീണ്ടും ചോദിച്ചു, "ഇപ്പോൾ നിറഞ്ഞോ?" വിദ്യാർത്ഥികൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "ഇപ്പോൾ ശരിക്കും നിറഞ്ഞു സാർ." അദ്ദേഹം വിട്ടില്ല. അദ്ദേഹം ഒരു ബാഗിൽ നിന്ന് കുറച്ച് മണലെടുത്ത് ആ ഭരണിയിലേക്ക് ഒഴിച്ചു. മണൽ ആ ചെറിയ വിടവുകളിലൂടെയും അരിച്ചിറങ്ങി ഭരണിയെ പൂർണ്ണമായും നിറച്ചു. ഒടുവിൽ അദ്ദേഹം ഒരു കപ്പ് ചായ എടുത്ത് അതിലേക്ക് ഒഴിച്ചു. മണലിനിടയിലൂടെ ചായയും അപ്രത്യക്ഷമായി. വിദ്യാർത്ഥികൾ അത്ഭുതപ്പെട്ടു. പ്രൊഫസർ ശാന്തനായി പറഞ്ഞു, "ഈ ഭരണി നിങ്ങളുടെ ജീവിതമാണ്. ഇതിലെ വലിയ കല്ലുകൾ നിങ്ങളുടെ കുടുംബം, പ്രിയപ്പെട്ടവർ, ആരോഗ്യം, നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്നിവയാണ്. മറ്റു കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടാലും ഇവ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം പൂർണ്ണമാണ്. ആ ചെറിയ കല്ലുകൾ നിങ്ങളുടെ ജോലിയും കാറും വീടും പോലുള്ള കാര്യങ്ങളാണ്. മണൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ നിസ്സാരമായ കാര്യങ്ങളാണ്. അനാവശ്യ വഴക്കുകൾ, ആഡംബരങ്ങൾ. നിങ്ങൾ ആദ്യം മണൽ കൊണ്ടാണ് ഭരണി നിറയ്ക്കുന്നതെങ്കിൽ വലിയ കല്ലുകൾക്ക് അവിടെ ഇടം ഉണ്ടാവില്ല. നിങ്ങളുടെ ജീവിതവും അതുപോലെയാണ്. നിസ്സാര കാര്യങ്ങൾക്ക് പിന്നാലെ പോയാൽ ഏറ്റവും പ്രിയപ്പെട്ടവർക്കായി നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല." ഒരു വിദ്യാർത്ഥി ചോദിച്ചു, "സർ, അപ്പോൾ ആ ചായ എന്തിനായിരുന്നു?" അദ്ദേഹം ചിരിച്ചു. "ജീവിതം എത്ര തിരക്കുള്ളതാണെങ്കിലും പ്രിയപ്പെട്ടവർക്കൊപ്പം ഒരു കപ്പ് ചായ കുടിക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തണം എന്നാണ് അർത്ഥമാക്കുന്നത്." കൂട്ടുകാരെ, നിങ്ങളുടെ ജീവിതത്തിലെ ആ വലിയ കല്ലുകൾ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അത് തിരിച്ചറിയാൻ വൈകിപ്പോകരുത്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ കഥകളുടെ ഓർമ്മച്ചപ്പിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കൂ. മറ്റൊരു നല്ല കഥയുമായി വീണ്ടും കാണാം.